Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillah hamdan tayyiban mubarakan fih kama yuhibbu rabbuna wa yarda. Wassalatu wassalamu al-atamani al-akmalani al-adwaman ala khairin nabiyyin wa ala alihi wa ashabihi wa ahli baitihi tayyibin tahirin wa man tabi'ahum bi ihsanin ila yaumiddin. സഹോദരന്മാരെ, നമ്മൾ വാദപ്രതിവാദങ്ങളുടെ നാളുകളിലാണ്. വാദപ്രതിവാദങ്ങൾ, അതിനുള്ള വെല്ലുവിളികൾ, നടത്തിപ്പുകൾ, പലവിധ കാഴ്ചകൾ. ഇസ്ലാമിൽ വാദപ്രതിവാദങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു ശൈലി തന്നെയാണ്. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല നിലക്കുള്ള മുജാദല, വാദപ്രതിവാദം നടത്താൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. ഇതൊക്കെ വാദപ്രതിവാദം ആകാം എന്നുള്ളതിന്റെ തെളിവുകൾ തന്നെയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു സുപ്രധാന ഫത്വ ഉണ്ട്. അതിൽ അഹ്ലുൽ ബിദ്അനോടും അഹ്ലുൽ ഇൽഹാദിനോടും വാദപ്രതിവാദം നടത്താൻ കഴിവുള്ളവർ അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് അവരുടെ അവരെ ഉന്മൂല നാശപരിച്ചാരം മൂലക്ക് ഇരുത്തുക എന്നറിയില്ലേ, അതോളം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ടില്ല എങ്കിൽ ലം യുഅ്തി ഇസ്ലാമ ഹഖ്ഖഹു എന്നാണ്. അത്തരം ആളുകൾ ഇസ്ലാമിന് അവരുടെ അവകാശം നൽകിയിട്ടില്ല എന്നാണ്. അതായത് വാദപ്രതിവാദം നടത്തിയിട്ട് ഈ കക്ഷികളെ മൂലക്ക് ഇരുത്താൻ കഴിവുള്ളവർ വാദപ്രതിവാദം അവരോട് നടത്തിയിട്ടില്ല എങ്കിൽ അത്തരക്കാർ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ ഇസ്ലാമിന് അതിൻ്റെതായ ഹക്ക് നൽകിയിട്ടില്ല എന്ന് പറയുന്ന ഫത്വ വായിക്കാൻ സാധിക്കും. പക്ഷേ ഇൽഹാദിന്റെ ആളുകളോടും ബിദ്അത്തിന്റെ ആളുകളോടും അവരെ മൂലക്കിരുത്താൻ മാത്രം യോഗ്യത ഉള്ളവരായിരിക്കണം വാദപ്രതിവാദം നടത്തേണ്ടത്. അവരിവരെ മൂലക്കിരുത്താൻ പാടില്ല. മനസ്സിലായില്ലേ? അതല്ലേ ശ്രദ്ധിക്കണം. പണ്ടൊരു നിരീശ്വരവാദിയും ഒരു ഏകദൈവ വിശ്വാസിയും വാദപ്രതിവാദം നടത്തിയതാണ്. രാത്രി മുഴുവൻ വാദപ്രതിവാദം നടത്തി. നേരം കൊടുക്കുമ്പോൾ റിസൾട്ട് നിരീശ്വരവാദി ഏകദൈവ വിശ്വാസി ആയിട്ടുണ്ട്, ഏകദൈവ വിശ്വാസി നിരീശ്വരവാദി ആയിട്ടുണ്ട് എന്നാണ്. അപ്പൊ ആ രീതിയിലേക്ക് വാദപ്രതിവാദം പോകാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് സ്പെയിനിലെ ഒരു സലഫി പണ്ഡിതൻ ഉണ്ടായിരുന്നു, അബു അബ്ദുല്ല അൽ അന്ദുലിസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അബ്ദുല്ല അൽ ഖഹ്താനി. സ്പെയിനിലാണ് അദ്ദേഹം ജീവിച്ചത്. വലിയ സലഫി പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് അന്നൂനിയ എന്ന പേരിലൊരു കവിതാ സമാഹാരമുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തിനും ആദർശ വിഷയങ്ങളിൽ ഒരു കവിതാ സമാഹാരമുണ്ട്. അതിൽ അദ്ദേഹം ഇസ്ലാമിക അഖീദയെ സുന്ദരമായി തന്റെ പദ്യങ്ങളിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. വാദപ്രതിവാദത്തിന്റെ വിഷയം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലാ തുഫ്നി ഉംറക ഫിൽ ജിദാലി മുഖാസിമൻ ഇന്നൽ ജിദാല യുഖില്ലു ബിൽ അദിയാനി വഇദ തുലിർത ഇലൽ ജിദാലി വലം തജിദ് ലക മഹ്റബൻ വതലാഖതി സഫാനി ഫജഅൽ കിതാബല്ലാഹി ദിർഅൻ സാബിഗൻ والشرع سيفك وابد في الميدان وسنة البيضاء دونك جنة واركب جواد العزم بالجولان എന്ന് പറഞ്ഞ അദ്ദേഹം വാദപ്രതിവാദത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ലാ തുഫ്നി ഉംറക ഫിൽ ജിദാലി മുഖാസിമൻ, ഒരു തർക്കീകനായി വാദപ്രതിവാദം നടത്തുന്നവനായിട്ട് നീ കാലം കഴിക്കണ്ട, നിന്റെ ആയുസ് നീ തീർക്കണ്ട. ഇന്നൽ ജിദാല യുഖില്ലു ബിൽ അദിയാൻ, കാരണം വാദപ്രതിവാദം അത് പലപ്പോഴും ആളുടെ ദീനിനെ കെടുത്തും. തർക്കം അത് ദീനിനെ കെടുത്തും, ദീനിനെ പോക്കും. പക്ഷേ വാദപ്രതിവാദത്തിന് നീ നിർബന്ധിതനായാൽ, അതിന് നീ നിർബന്ധിതനായാൽ, വലം തജിദ് ലക മഹ്റബൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പോംവഴി നീ കാണാതെ ആയാൽ, വതലാഖതി സഫാനി, വാദപ്രതിവാദത്തിന് രണ്ട് ടീമുകൾ അഭിമുഖമായി നിൽക്കുകയും ചെയ്താൽ അപ്പൊ എന്ത് വേണം? വാദപ്രതിവാദം നടത്തണം. പക്ഷെ എങ്ങനെ നടത്തണം? രണ്ട് ടീമുകൾ അപ്പുറം ഒരു ആക്രമണത്തിന് എന്നോണം നിൽക്കുകയാണ്. അപ്പോ ആക്രമണത്തിൽ പരിച വേണം, വാള് വേണം, പിന്നെ വാഹനം വേണം, അതിനൊക്കെ ഉപരിയായിട്ട് നല്ല കരുത്ത് വേണം, മനക്കരുത്ത് വിശിഷ്യ. അപ്പൊ ഖഹ്താനി പറയാണ്,
അബൂ അബ്ദുല്ലാ അൽ അൻദലസി പറയാണ്, വതലാഖതി സഫാനി, രണ്ട് ടീമുകൾ അന്യോന്യം അഭിമുഖമാവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫജഅൽ കിതാബല്ലാഹ് ദിർഅൻ സാബിഖൻ, നിനക്ക് പരിചയം വേണം, ആ പരിചയം നീ അള്ളാഹുവിന്റെ കിതാബാക്കി, വിശുദ്ധ ഖുർആനാകുന്ന പരിചയം. വശർഅ സൈഫക്, വാള് വേണം, ശർഅ ആയിരിക്കണം നിന്റെ സൈഫ്, മതം ദീൻ അതായിരിക്കണം നിനക്ക് വാള്. വബ്ദു ഫിൽ മൈദാൻ, അങ്ങനെയാണെങ്കിൽ നിനക്ക് വാദപ്രതിവാദ ഭൂമിയിലേക്ക് രംഗപ്രവേശനം ചെയ്യാം. വസ്സുന്നത്തൽ ബൈദാ ദൂനക ജുന്നത്തുൻ, പരിചയം വേണം, അവിടെ ഉണ്ടാവില്ല വാള്, ഇവിടെ തൽക്കാൻ പരിചയം വേണ്ടേ, അത് വസ്സുന്നത്തൽ ബൈദാ, എന്താണ് സുന്നത്താണ്. പിന്നെ ഇപ്പൊ പരിചയായി, വാളായി, പിന്നെ കവചായി, ഇനി എന്താ വേണ്ടത്? ഇനി കരുത്താണ് വേണ്ടത്, അല്ലെ? വർക്കബ് ജവാദൽ അസ്മി ഫിൽ ജവലാനി എന്നാണ്, മനക്കരുത്താകുന്ന കുതിരപ്പുറത്ത് കയറിക്കൊന്ന. കുതിര വേണ്ടേ? കുതിര എന്താണ്? അത് മനക്കരുത്താകുന്ന കുതിരയാണ്. അപ്പൊ മനക്കരുത്താകുന്ന കുതിരപ്പുറത്ത് കയറി സുന്നത്താകുന്ന പരിചയം വെച്ച്, മതമാകുന്ന വാളയേന്തി, കിതാബാകുന്ന അണിഞ്ഞ്, അങ്കി അണിഞ്ഞ് നീ വാദപ്രതിവാദം നടത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ വേണം വാദപ്രതിവാദം നടത്തുമ്പോൾ ഒരാൾക്ക് എന്നുള്ളതാണ്. കേവലം ഒരു വെല്ലുവിളിയിൽ എടുത്തു ചാടി പറഞ്ഞിരപ്പാകുക എന്നുള്ള ഇടത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വാദപ്രതിവാദം നടത്തിയിട്ട് വിദേശ കക്ഷികളോട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന വാദപ്രതിവാദമായിരുന്നു അത് എന്നുള്ളതാണ് ചരിത്രം. അബ്ദുൽ അസീസ് അൽ കിനാനി റഹ്മത്തുള്ളാഹി അലൈഹി ബിശ്റുൽ മിരീസി എന്ന് പറയുന്ന ബിദഈ കക്ഷിക്കാരനോട് വാദപ്രതിവാദം നടത്തിയ ഒരു സുപ്രസിദ്ധ വാദപ്രതിവാദം നമ്മൾ വായിക്കുന്നുണ്ട് ചരിത്രത്തിൽ. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ നടത്തിയ വാദപ്രതിവാദങ്ങൾ ഒരു വാള്യം ഗ്രന്ഥമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഷൈഖുൽ ഇസ്ലാമിന്റെ വാദപ്രതിവാദങ്ങൾ. അപ്പൊ വാദപ്രതിവാദങ്ങൾ വേണം, പക്ഷെ അത് ആരിൽ നിന്നുണ്ടാവണം, അതെങ്ങനെയായിരിക്കണം, അത് ഫലം കൊയ്യും വിധായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞ എന്താണ്? വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ബില്ലതി ഹിയ അഹ്സൻ വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, അങ്ങനെ പറഞ്ഞത്. വാദപ്രതിവാദം കൊണ്ട് നഷ്ടം കൊയ്യാനല്ല, പിന്നെയോ അതിനാൽ ലാഭം കൊയ്യാനും ദീനിന്, ദഅവത്തിന്, അഖീദക്ക് ഫലം ഉണ്ടാകാനായിരിക്കണം വാദപ്രതിവാദം എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രസിദ്ധമായ കുറെ വാദപ്രതിവാദങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു നടത്തിയ ഒരു വാദപ്രതിവാദം, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല നടത്തിയ വാദപ്രതിവാദം ഒക്കെ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഉമറിന്റെ വിഷയം എന്താ? ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ യഹൂദരെ മീറ്റ് ചെയ്യാറുണ്ട്. ജൂതന്മാരെ മീറ്റ് ചെയ്യുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹു അവരോട് ആശയ സംവാദത്തിനാണ്. തൗറാത്തും ഇഞ്ചീൽ, വിശുദ്ധ ഖുർആനും തമ്മിൽ പൊരുത്തപ്പെടുന്ന വിഷയങ്ങളുണ്ട്, അടിസ്ഥാന വിഷയങ്ങൾ. അതൊക്കെ ഉമർ അവരെ ഉണർത്താറുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലെ ജൂതരോട് തിരിക്കുമ്പോൾ ഉമറിന്റെ ആ വരവിൽ അവർ പറയുന്നുണ്ട്, ഉമർ, നിങ്ങളോളം മുസ്ലിമീങ്ങളിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളില്ല, കാരണം നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു, നിങ്ങൾ ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഉമർ ഒരിക്കൽ ജൂതരോട് തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ കടന്നു പോവാണ്. അപ്പോ ജൂതൻ പറയാണ്, ഉമർ നിന്റെ സാഹിബത പോകുന്നു, ഇൽഹഖ് ബിഹി, അദ്ദേഹത്തിന്റെ ഒപ്പം ചെല്ലാൻ പറയണം. അപ്പൊ ഉമർ അവിടെ ചോദിക്കുന്നുണ്ട് അവരോട്, ഹൽ തഅലമൂൻ അന്നഹു റസൂലുള്ളാഹ്, നിങ്ങൾക്കറിയുമോ ജൂതരെ അത് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന കാര്യം? അത് ഉമർ ആ സന്ദർഭത്തിൽ ഇട്ട ചോദ്യമാണ്. കാരണം അവർ ഉമറിനെ ഹൃദ്യമായി സ്വീകരിച്ചത് അവർ പറഞ്ഞു. ഉമർ അവരുടെ കൽബിൽ ഇടം നേടിയ സമയമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിയിട്ട് പറയാണ്, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ജൂതർ പെട്ട്. ജൂതരിൽ അവരുടെ നേതാവുണ്ട്. അപ്പോൾ നേതാവ് പറഞ്ഞ് ആ ചോദ്യത്തിന് നിങ്ങൾ പ്രതികരിക്കണം, നിങ്ങൾ പ്രതികരിക്കേണ്ട ടൈമാണ് ഇപ്പോൾ, അത് പ്രതികരിക്കണം. അപ്പോൾ ജൂതർ പറഞ്ഞ് നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്, നേതാവ് പ്രതികരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നേതാവിന് പിന്നെ മറുത്തൊന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾക്കറിയാം അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ ആണ് എന്ന കാര്യം, സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന കാര്യം ഞങ്ങൾക്കറിയാം.
എന്ന് അദ്ദേഹം അവിടെ എഗ്രി ചെയ്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, നിങ്ങളുടെ നാശം അടുത്തു. നിങ്ങൾക്കറിയാം അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്. അഫലാ തത്തബിഊനഹു വതുസദ്ദിഖൂനഹു, എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നില്ലേ, നിങ്ങൾ അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്നില്ലേ? അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് ഉമർ ചോദിക്കുകയാണ്. അപ്പോൾ ജൂത നേതാവാണല്ലോ. ജൂത നേതാവ് അവിടെ ഉത്തരം മുട്ടിയപ്പെടുത്തിട്ട് അടുത്തൊരു മസലയാണ്, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താ? മലക്കുകളിൽ ഞങ്ങൾക്ക് അതുവായ വ്യക്തിയുണ്ട്, മലക്കുകളിൽ ഞങ്ങൾക്ക് സിൽമായ വ്യക്തിയുണ്ട്. ഞങ്ങൾക്ക് ശത്രുവായ വ്യക്തിയുണ്ട്, ഞങ്ങൾക്ക് മിത്രമായ വ്യക്തിയുണ്ട് മലക്കുകളിൽ. അപ്പോൾ ഉമർ ചോദിച്ചു, മൻ അദുവുക്കും മിനൽ മലായിക വമൻ സിൽമുക്കും മിനൽ മലായിക, മലക്കുകളിൽ ആരാണ് നിങ്ങളുടെ ശത്രു, ആരാണ് നിങ്ങളുടെ മിത്രം? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ശത്രു ജിബ്രീലാണ്, ഞങ്ങളുടെ മിത്രം മീകായിലാണ്. അപ്പോൾ ഉമർ ചോദിച്ചു, അതെന്തുകൊണ്ട് ജിബ്രീൽ ശത്രു മീകായിൽ മിത്രം? അപ്പോൾ അവർ പറഞ്ഞു, ജിബ്രീൽ പരുഷനാണ്, ശിക്ഷാവിധികളും മുന്നറിയിപ്പുകളും അപായ സൂചനകളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ജിബ്രീൽ. അതുകൊണ്ട് തന്നെ ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. മീകായിൽ അങ്ങനെയല്ല, മൃദുലൻ. മീകായിൽ പിന്നെ മഴ, കാറ്റ്, സസ്യലതാദികൾ ഇതുകൊണ്ടൊക്കെ ഏൽപ്പിക്കപ്പെട്ട മലക്കാണല്ലോ. അതുകൊണ്ട് തന്നെ മീകായിൽ ഞങ്ങളുടെ മിത്രാണ് എന്നാണ് അവർ പറയുന്നത്, ഉമറിനോട് പ്രതികരിക്കുന്നത്. ജിബ്രീലിനെ ഇവർ വെറുക്കാൻ കാരണം ഇവർക്കെതിരെയുള്ള എല്ലാ മുന്നറിയിപ്പുകളും താക്കീതുകളും അവരുടെ രഹസ്യങ്ങളും നിഗൂഢതകളും വിശുദ്ധ വചനങ്ങളായിട്ട് എന്ത് ചെയ്യാണ്, അവതീർണമാവുകയാണ്. ജിബ്രീൽ വരുന്നതോടുകൂടിയാണ് ഇവർ ഉള്ളി തോല് ഒളിച്ച മാതിരി വരുന്നത് അവസ്ഥ അവർക്കാണത്, അവരൊന്നുമല്ലാതാണത്. അതുകൊണ്ട് അവർക്ക് ജിബ്രീലിനോട് ദേഷ്യം, ജിബ്രീൽ അവരുടെ ശത്രു, അങ്ങനെ അവർ പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പ്രതികരിച്ചത്, മാ മൻസിലതുഹുമ ഇൻദല്ലാഹ് എന്നാണ്. അള്ളാഹിൻ്റെ അടുക്കൽ ഇവർ രണ്ടാളുടെ സ്ഥാനം എന്താ? ജിബ്രീലിൻ്റെ മീകായിലിൻ്റെ സ്ഥാനം അള്ളാഹുവിങ്കൽ എന്താ? അപ്പോൾ അവർ പ്രതികരിച്ചത്, ഒരാൾ അള്ളാഹുവിൻ്റെ യമീനിലാണ്, അടുത്ത ആൾ അള്ളാഹുവിൻ്റെ ഷിമാലിലാണ്. അള്ളാഹിൻ്റെ ഇടവും വലവും ഇടം കാണുന്നവരാണ് ഈ രണ്ട് പേർ. അപ്പോൾ ഉമർ പറഞ്ഞത്, അള്ളാഹു തൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും സ്ഥാനം അലങ്കരിച്ചവരോട് ആരെങ്കിലും ശത്രുതയായിട്ടുണ്ട് എങ്കിൽ അവരോട് അള്ളാഹുവിൻ്റെ നിലപാട് എന്തായിരിക്കും? തൻ്റെ വലത് ഭാഗത്ത് ഇടം നേടിയവൻ, ഇടത് ഭാഗത്ത് ഇടം നേടിയവൻ, അവരോട് വല്ലവരും ശത്രുത വെച്ചാൽ അവരോട് അള്ളാഹിൻ്റെ നിലപാട് എന്തായിരിക്കും? അതാണ് ഉമറിൻ്റെ ചോദ്യം. എന്ന് മാത്രമല്ല, ജിബ്രീൽ മീകായിൽ എന്നവർ, മീകായിലിൻ്റെ ശത്രുവിനോട് ഒരിക്കലും ജിബ്രീൽ മിത്രാകാൻ പോണില്ല, ജിബ്രീലിൻ്റെ ശത്രുവിനോട് ഒരിക്കലും മീകായിലും മിത്രാകാൻ പോണില്ല. അതുകൊണ്ട് ജിബ്രീലും മീകായിലും അവരിൽ ഒരാളുടെ ശത്രുവിനോട് ശത്രുവായിരിക്കും. ഇത് ആര് പറഞ്ഞ്? ഉമർ അവരോട് പ്രതികരിച്ച്. ഉമർ അവിടുന്ന് എഴുന്നേറ്റ്, ഇത് പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെട്ട് ഉമർ അവിടുന്ന് എഴുന്നേറ്റ് പോന്ന്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു തോട്ടത്തിൽ നിന്ന് പുറത്ത് വരികയാണ്. ഇത് സംസാരിച്ചപ്പോഴത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു തോട്ടത്തിൽ പ്രവേശിച്ച് അവിടുന്ന് പുറത്ത് വരികയാണ്. ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഈ വിശേഷം പറയാൻ വേണ്ടിയിട്ട് തുനിയും മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് പ്രതികരിച്ചു. ഉമർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും വചനങ്ങളെ അവതീർണമാക്കി, ആ അവതീർണമായ വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉമർ അത് കേൾക്കാൻ സന്നദ്ധനായി. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓതിയത്, ഖുൽ മൻ കാന അദുവൻ ലി ജിബ്രീൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇذനില്ലാഹ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ മൻ കാന അദുവൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാൽ ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ. ഈ രണ്ടായത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്ത്. എന്താ ഈ ആയത്ത്? ഖുൽ, പ്രവാചകരെ നിങ്ങൾ പറയുക, മൻ കാന അദുവൻ ലി ജിബ്രീൽ,
വല്ലവരും ജിബ്രീലിനോട് ശത്രുവാണ് എങ്കിൽ, ജിബ്രീലിനോടാണല്ലോ ശത്രുത ആർക്ക്? യഹൂദർക്ക്. വല്ലവരും ജിബ്രീലിനോട് ശത്രുവാണ് എങ്കിൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക് ബിഇദ്നില്ലാഹ്. എന്തിനാ ജിബ്രീലിനോട് ശത്രുത യഹൂദർക്ക്? വല്ല സ്വത്തും എടുത്തിട്ടാ, അല്ലെങ്കിൽ എന്തെങ്കിലും അനന്തരാവകാശ വിഷയത്തിൽ തർക്കം ഉണ്ടായിട്ടാ? നമ്മൾ പറയാറില്ലേ, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. അമ്മാരി എന്തെങ്കിലും വിഷയ ഒന്നുമല്ല. പിന്നെയോ ജിബ്രീലിനോട് ഇവർക്ക് ശത്രുത അവർക്കെതിരെയുള്ള ആയത്തുകളുടെയും സന്ദേശങ്ങളുടെയും റസൂലാണ് ആര്? ജിബ്രീൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പറയാണ്, മൻ കാന അദുവ്വല്ലി ജിബ്രീൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക് ബിഇദ്നില്ലാഹ്. ജിബ്രീൽ താങ്കളുടെ കൽബിൽ ഈ ദിവ്യ സന്ദേശം വഹ്യ് നൽകുന്നത് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരമാണ്. ജിബ്രീലിൻ്റെ വകയല്ല. പിന്നെയോ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ ജിബ്രീൽ അവതരിപ്പിക്കുന്നതാണ്. അത് തന്നെയും മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, പുതിയ കാര്യമല്ല. പിന്നെയോ മുൻ വേദങ്ങളെ സത്യപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തൗറാത്തിലും ഇഞ്ചീലിലൊക്കെ ഉള്ള വിഷയം തന്നെയാണ്. അതിനെ സത്യപ്പെടുത്തിയിട്ടുള്ളതാണ് അവതരിപ്പിക്കുന്നത്. വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ഇത് സന്മാർഗ്ഗമാണ്, ഇത് സുവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇത് സന്മാർഗമാണ്, സുവിശേഷമാണ്. ആളുകൾ ഈറ വെക്കേണ്ട, ആളുകൾ വൈര്യവും ശത്രുതയും വെക്കേണ്ട ഒരു വിഷയമല്ല ഇത് എന്നാണ് ആര് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തി പറയുന്നത്, മൻ കാന അദുവ്വൻ ലില്ലാഹ് വ മലായികതിഹി വ റസുലിഹി. അള്ളാഹുവിനോടും മലക്കുകളോടും റസൂലുമാരോടും വല്ലവരും ശത്രുവായാൽ, വ ജിബ്രീല വ മീകാൽ, ജിബ്രീലിനോടും മീകായിലിനോടും. മലക്കുകളിൽപ്പെട്ടതാണ് ജിബ്രീലും മീകാലും. അവർ പ്രത്യേക എണ്ണിയത് എന്താ? ഈ ആയത്തിറങ്ങുന്ന വിഷയം അവരുമായി ബന്ധപ്പെട്ടാണ്. ജിബ്രീലിനോടും മീകാലിനോടും അള്ളാഹുവോടും മലക്കുകളോടും റസൂലുമാരോടും വല്ലവരും ശത്രുവായാൽ ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, ആ കാഫിരീങ്ങളുടെ ശത്രുവാണ് ആര്? അള്ളാഹു. എന്ന് പറഞ്ഞാൽ ഈ ശത്രുത കൊണ്ട് അവർ കാഫിറാകും. അത്തരം കാഫിരീങ്ങൾക്ക് അള്ളാഹു ആരാണ്? ശത്രുവാണ് എന്നുള്ളതാണ് ആയത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഒരു സുന്ദരമായ ഒരു വിജയം കണ്ട വാദപ്രതിവാദമാണ്. വാദപ്രതിവാദം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചിലർക്ക് എന്തുണ്ടാവും? ഒരു പ്രയാസം ഉണ്ടാവും. അത് പാടുള്ളതല്ല. വാദപ്രതിവാദം അത് അതിൻ്റെ നിലവാരത്തിൽ, അതിൻ്റെ ഒരു മികവിൽ, അതിന് അർഹരായ ആളുകൾ അത് നിർവഹിക്കുമ്പോൾ, മനസ്സിലല്ലേ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞില്ലേ, ഇൽഹാദിൻ്റെയും ബിദഅത്തിൻ്റെയും ആളുകളെ മൂലക്കിരുത്തുമാർ വാദപ്രതിവാദം നടത്തുക എന്നുള്ളത് അതിന് അർഹരായ ആളുകൾ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇസ്ലാമിന് അവർ അതിൻ്റെ അവകാശം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. പക്ഷെ അതിന് അർഹരായ ആളുകളായിരിക്കണം. എല്ലാ തേരാപാര ഇറങ്ങി വാദപ്രതിവാദം എന്നുള്ളതും വലിയ വിഷയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാദപ്രതിവാദം സുപ്രസിദ്ധമാണ് ചരിത്രത്തിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വാദപ്രതിവാദം നടത്തിയത് അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിലാണ്. അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു സംഘം അമീറുൽ മുഅ്മിനീനോട് എതിരായി, മുസ്ലിമീങ്ങളോട് എതിരായി സംഘം ചേർന്നു. സുസംഘടിതരായിട്ട് മാറി നിന്നു, ആയുധധാരികളായിട്ട്. അവർ ഇപ്പുറത്തുള്ളവരെ കാഫിറാക്കി അവരോട് ആയുധെടുത്ത് പോരാടാമെന്ന നിലക്ക് അവർ മാറി നിൽക്കുകയാണ്. ഖവാരിജുകൾ അലി റളിയല്ലാഹുവിനെ കൂട്ടാക്കണില്ല. അലി റളിയല്ലാഹുവിനാണ് ഖലീഫ, അമീറുൽ മുഅ്മിനീൻ. അപ്പോൾ ഈ മാറി നിൽക്കുന്ന ഖവാരിജുകൾ അവർ അലിയാരുടെ പക്ഷക്കാരായിരുന്നു. അതാണ് വിഷയം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഒരു വിഷയത്തിൽ അലിയാരോട് തെറ്റിപ്പിരിഞ്ഞിട്ട് എന്ത് ചെയ്തത്? അവർ ഖവാരിജുകളായി മാറിയിരിക്കുന്നത്. ജമൽ സിഫീൻ യുദ്ധങ്ങളിൽ ഖവാരിജുകൾ ആരുടെ കൂടെയാണ്? പിൽക്കാലത്ത് ഖവാരിജുകളായി മാറിയവർ അലിയാരുടെ കൂടെയാണ്. അവർ ചില്ലറക്കാരല്ല, അവർ ഭക്തരാണ്, അവർ അറിവുള്ളവരാണ്. പക്ഷേ അറിവ് കൃത്യമായില്ല. അതേപോലെ തന്നെ അവർ നല്ല ഇബാദത്തിൽ ഉള്ള ആളുകളാണ്. അലി റളിയല്ലാഹുവിനെ വധിച്ച ഘാതകനായ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ലഅനത്തുല്ലാഹി അലൈഹി, അവൻ വരെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഖുർആൻ പഠിപ്പിച്ചിരുന്ന ഉസ്താദാണ്. ഖുർആൻ പഠിപ്പിക്കാൻ ഉമർ നിശ്ചയിച്ചിരുന്ന ഉസ്താദാണ്. പക്ഷേ ഈ ബിദഈ ചിന്തകൾ തലയിൽ കയറിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അവർ ചെയ്യുന്നതൊക്കെ അവർക്ക് അലങ്കാരമായിരിക്കും, ഹിദായത്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. ഖവാരിജികൾ അലി റളിയല്ലാഹു തആല അൻഹു തഹ്കീമിൻ്റെ വിഷയത്തിൽ, അതായത് സിഫീൻ യുദ്ധം നീളുകയാണ്,
മുസ്ലിമീങ്ങളായിട്ടാണ് യുദ്ധം. അലി റളിയല്ലാഹു തആല അൻഹു യുദ്ധം ഉദ്ദേശിക്കണില്ല, അപ്പുറത്തുള്ള സഹാബികളും യുദ്ധം ഉദ്ദേശിക്കണില്ല. പിന്നെയോ ഇത് യുദ്ധമായി പരിണമിച്ചു, പിടുത്തം പിടിവിട്ട അവസ്ഥ വന്നു. തൽപര കക്ഷികളും തന്നിഷ്ടക്കാരും ചില തലച്ചോറിൽ ചെളി കെട്ടിയ കുബുദ്ധികളും ഇത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധമില്ലാതെ എങ്ങനെ ഇത് സന്ധിയിൽ സുൽഹിൽ പിരിയാമെന്നുള്ള ചിന്ത അതായിരുന്നു സഹാബികൾക്ക്. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു മുൻകൈ എടുത്തിട്ട് യുദ്ധം വേണ്ട, ഇനി നമുക്ക് സുൽഹിൽ പിരിയാം എന്നുള്ളത് തീരുമാനിക്കുകയാണ്. അതിനാണ് തഹ്കീം എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവം, ആ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. അലി ഇനി നമുക്ക് സുൽഹിൽ പിരിയാം എന്നുള്ളത് കേട്ട് സുൽഹിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തപ്പോൾ കൂടെ ഉള്ളവരുണ്ടല്ലോ അവർ പലരും അലിയാരോട് തെറ്റി. ആര് പറഞ്ഞു വേണ്ട, യുദ്ധം തന്നെ തുടരട്ടെ എന്നാണ്. ആ തെറ്റിയ ആളുകളാണ് പിന്നീട് ഖവാരിജുകളായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്, പരിണമിക്കുന്നത്. അവർ പിന്നെ അലിയാർക്കെതിരിലാണ് പിന്നെ ആയുധമായിട്ട് നിൽക്കുന്നത്, എതിരിൽ നിൽക്കുന്നത്. വലിയ ഫിത്നയാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. അപ്പോഴത്തേക്ക് അലിയാരുടെ ഖിലാഫത്തായപ്പോഴത്തേക്ക് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഒരു മികവ് തികഞ്ഞ ഒരു പണ്ഡിതനായി പരിണമിച്ചിട്ടുണ്ട്. അങ്ങനെ അലിയാരോട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അനുവാദം ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ ഞാൻ അവരോട് സംസാരിക്കാൻ പോകുന്നു. അപ്പോൾ അലിക്ക് പേടി, കാരണം ഇബ്നു അബ്ബാസിനെ അടക്കമുള്ളവരെ കാഫിറാക്കിയിട്ടാണ് മറ്റൊരു അപ്പുറത്ത് നിൽക്കുന്നത്. അവിടേക്ക് ഇബ്നു അബ്ബാസ് ചെന്നാൽ, പക്ഷേ ഇബ്നു അബ്ബാസ് അനുവാദം വാങ്ങി പോയി. നല്ല ഡ്രസ്സുകൾ ധരിച്ചു, മലാബിസ് യമനിയ എന്നാണ്. അന്ന് നല്ല ഡ്രസ്സുകൾ വന്നിരുന്നത് യമൻ ഭാഗത്തു നിന്നാണ്. അള്ളാഹു കാക്കട്ടെ, നോക്കി ഇന്ന് അന്നത്തെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പലപ്പോഴും ധരിച്ചിരുന്നത് യമാനി ഡ്രസ്സുകളാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള കഫൻ പട പോലും പിന്നെ അത് യമനിലെ പിന്നെ സുഹൂലിയ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്നതായിരുന്നു എന്നുള്ളതാണ്. നജ്റാനി ജുബ്ബ റസൂലുള്ളാഹി ധരിച്ചിരുന്നു എന്നാണ്. നജ്റാൻ എവിടെയാണ് അല്ലേ? ഒരു കാലത്ത് അതിൻ്റെ ആ നാടിൻ്റെ അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഇസ്സത്ത് അതിന് തിരിച്ചു നൽകുമാറാവട്ടെ. ഏതായാലും പിന്നെ യമാനി ഡ്രസ്സുകൾ ധരിച്ചിട്ട് നല്ല ഉഗ്രൻ ഭാവത്തിലാണ് ഇബ്നു അബ്ബാസ് ചെല്ലുന്നത്. എവിടേക്ക്? ഖവാരിജുകളുടെ അടുക്കലേക്ക് സംവാദത്തിന്. അപ്പോൾ ഈ ഖവാരിജുകൾ വിരക്ത ജീവിതത്തിൻ്റെ ആളുകളാണ്. അവരവരുടെ ദീനിൽ ആത്മാർത്ഥമുള്ളവരാണ്, കപടന്മാരല്ല. താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യല്ല. പിന്നെ അവരൊരു ബാത്തിലാണുള്ളതെങ്കിലും ആ ബാത്തിൽ അവർക്ക് ആത്മാർത്ഥതയാണ്. അത് കാരണത്താൽ തന്നെ അവർ നിസ്കാരത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ മനസ്സിലെ ഒട്ടകത്തിൻ്റെ കൈമുട്ടും കാൽമുട്ടും കൈമുട്ടിലുണ്ട തയമ്പുണ്ടല്ലോ, അതുപോലത്തെ തയമ്പായിരുന്നു അവർ നെറ്റിയിൽ നിന്നാണ് സുജൂദ് ചെയ്ത്. അതേപോലെ അവരുടെ ഡ്രസ് കോഡൊക്കെ വിരക്തമാണ്. വിരക്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭൗതിക വിരക്തരായിട്ടുള്ള ജീവിതമായിരുന്നു അവർക്ക് എന്നാണ്. അവിടേക്കാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ അടിപൊളി ഡ്രസ്സിൽ ചെല്ലുന്നത് അവരോട് വാദപ്രതിവാദം നടത്താൻ. അപ്പം മാലക്കെ ഇബ്നു അബ്ബാസ് എന്ത് പറ്റി നിങ്ങൾക്ക്? കാരണം ഈ ഡ്രസ്സ് കോഡ് കണ്ടിട്ടാണ് അവരുടെ ആ തോണ്ടെന്നല്ലേ പറയുക, നാടന്മാരങ്ങനെ പറയുക. അത് നല്ല ഉഷാർ ഡ്രസ്സാണല്ലോ, ബാറക്കല്ലാഹു ഫീക്ക് പറയാനല്ല, പിന്നെയോ അതൊരു തോണ്ടിയുള്ള വർത്താനാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞപ്പോൾ ഉടനെ അങ്ങോട്ട് പ്രതികരിച്ചത് ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിന റിസ്ക്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി. അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് അവതരിപ്പിച്ച അലങ്കാരം അവർക്ക് തടയുന്നവർ ആരാളുള്ളത്? വത്തയ്യിബാതി മിന റിസ്ക്, വിശിഷ്ടമായ ഉപജീവനം അള്ളാഹു ഇറക്കിയതാണ്. അത് അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക് പാടില്ലെന്ന് പറയുന്നവർ ആരാണുള്ളത്? വിശുദ്ധ ഖുർആനിലായത്താണ്. അത് ഓതിക്കൊടുത്ത് അതോടുകൂടി അവർ വിചാരിച്ചത് അവരുടെ ഈ വിരക്ത ജീവിതം മാത്രമാണ് ഇസ്ലാം ദീൻ എന്നാണ്. അതിലവർ കണിശക്കാരാണ്. പക്ഷെ ഇങ്ങനെ ആയത്തുണ്ടെന്ന് അവർക്ക് കേട്ടപ്പോൾ അവർ മുണ്ടാട്ടം മുട്ടി. പിന്നെ എന്തിനാ വന്നത് വെച്ച്, അപ്പം നിങ്ങളോട് സംസാരത്തിന് വന്നതാണെന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ്. അപ്പം ഖവാരിജുകൾ പറയാണ് മിണ്ടാൻ പോണ്ട, ഇബ്നു അബ്ബാസിനോട് മിണ്ടണ്ട ഖവാരിജുകൾ. അപ്പോൾ അതെന്ത് മിണ്ടാതണ്ട പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇബ്നു അബ്ബാസ് ഖുറൈശിയാണ്. ഖുറൈശികളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ബൽഹും ഖൗമുൻ ഖസീമൂൻ, കുതർക്കികളാണ് ഖുറൈശികൾ, അതുകൊണ്ട് കുതർക്കികളോട് സംസാരിക്കാൻ പോണ്ട, നമ്മൾ മിണ്ടാൻ പോണ്ട എന്ന് ഖവാരിജുകൾ. അത് ബൽഹും ഖൗമുൻ ഖസീമൂൻ എന്ന് പറഞ്ഞ ഖുറൈശ് ആരാ? അതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ വിഷയത്തിൽ അവർ ഓതുന്നത്.
പക്ഷേ എല്ലാവരും കൗമാവൂലല്ലോ. ഖവാരിജുകളിൽ കുറച്ച് ആൾ പറഞ്ഞ ഇബ്നു അബ്ബാസാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപുത്രനാണ് നമ്മളോട് സംസാരിക്കാൻ വന്നിട്ടുള്ളത്, അദ്ദേഹത്തോട് സംസാരിക്കണ്ടെന്നോ? എന്തായാലും സംസാരിച്ചേ മതിയാവും, എന്താണെന്ന് കേട്ടു നോക്കിയ. അങ്ങനെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുമ്പെട്ട് തീരുമാനിച്ചു. ഞാൻ ചിലപ്പോൾ പറയുന്നതിൽ വല്ല ഇതും ഒരുമ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി. പ്രസംഗ രൂപത്തിലാകുമ്പോൾ അങ്ങനെ ചിലപ്പം സാഹിത്യ ശൈലിയിൽ പോയിന്ന് വരും. ഇതിങ്ങനെ നമ്മളൊരു ഇതല്ലേ, വാദപ്രതിവാദമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വരുമ്പെട്ട് മുന്നോട്ടതൊക്കെ വരും. ഏതായാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്നോട് അവർ സംസാരിക്കാൻ തയ്യാറായി എന്ന് കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, എൻ്റെ ഇബ്നാം എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൻ്റെ പിതൃവ്യപുത്രനാണ് ആര്? അലി. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസിൻ്റെ വാപ്പാരാണ് അബ്ബാസാണ്. അലിയാരുടെ വാപ്പാരാണ്? അബൂ താലിബാണ്. അബൂ താലിബും അബ്ബാസും ആരാണ്? ജ്യേഷ്ഠാഞ്ചന്മാരാണ്. അപ്പോൾ എൻ്റെ പിതൃപുത്രനിൽ നിങ്ങൾ എന്താണ് കുറ്റം ആരോപിക്കുന്നത്, എന്താ വിഷയം? അപ്പോൾ ഒരു 3 വിഷയം എടുത്തിട്ടത്. ഒന്ന്, ഇന്നഹു ഹക്കമ റിജാൽ, അതായത് ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, വിധികർത്തൃത്വം അള്ളാഹ്ക്ക് മാത്രം എന്ന് അള്ളാഹു പറഞ്ഞിരിക്കെ ഇതാ ആളുകളെ വിധികർത്താക്കളാക്കിയിരിക്കുന്നു. എന്താ ആളുകളെ വിധികർത്താക്ക? ഈ സിഫീൻ യുദ്ധത്തിൽ അത് ഒടുങ്ങാൻ സുൽഹിന് വന്നല്ലോ. അപ്പോൾ പറഞ്ഞത് എന്താണ്? അലിയാരുടെ പക്ഷവും മറുപക്ഷവും. അപ്പോൾ 2 ഭാഗത്തു നിന്നും ആളുകളെ നിശ്ചയിച്ചിട്ട് അവരെന്ത് ചെയ്യുക? സംസാരിച്ച് നമുക്ക് സന്ധിയിൽ പിരിയാമെന്നുള്ളതാണ്. അംർ ഇബ്നുൽ ആസിനെ ഒരു ഭാഗത്തുനിന്ന് നേതൃത്വത്തിലാക്കുക, ഇപ്പുറത്ത് അലിയാരുടെ പക്ഷത്ത് അബൂ മൂസ അശ്ശരിയെ നേതൃത്വത്തിലാക്കുക, എന്നിട്ട് 2 കൂട്ടരുടെയും നേതാക്കന്മാരിരുന്നിട്ട് നമുക്ക് സമവായത്തിൽ പിരിയാമെന്നുള്ളതാണ്. അപ്പോൾ ആളുകളെ വിധികർത്താക്കളാക്കിയല്ലോ. അള്ളാഹ്ക്കാണ് വിധികർത്തൃത്വം എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുക, എങ്ങനെ ആളുകളെ വിധികർത്താക്കളാക്കും? അതാണ് ആര് പറയുന്നത്? ഇവർ പറയുന്നത് ഇബ്നു അബ്ബാസിനോട്. അപ്പോൾ അടുത്തത് അലി യുദ്ധം ചെയ്തു സിഫീനിൽ. യുദ്ധബന്ദികളെ പിടിച്ചിട്ടില്ല, യുദ്ധാർജിത സ്വത്ത് കൊണ്ടിട്ടില്ല. യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ മറുപുറത്തുള്ളവരെ കൊന്നിട്ടില്ലെങ്കിൽ അവരെ ബന്ദിയായി പിടിക്കണം, അല്ലെങ്കിൽ യുദ്ധാർജിത സ്വത്ത് അതേപോലെ തന്നെ യുദ്ധാർജിത സ്വത്തും കൊള്ളണം അവിടുന്ന്. അപ്പോൾ യുദ്ധം ചെയ്തത് മുസ്ലിമിനോടാണോ അമുസ്ലിമിനോടാണോ? യുദ്ധാർജിത സ്വത്ത് കൊണ്ടിട്ടില്ല, ബന്ദിയായി പിടിച്ചിട്ടുമില്ല, മനസ്സിലല്ലേ? അപ്പോൾ മുസ്ലിമീങ്ങളോടാണ് എങ്കിൽ യുദ്ധം ചെയ്തത് എങ്കിൽ ആണല്ലോ ഇത് ചെയ്യാതെ പാടില്ലാത്തത്. ബന്ദിയായി പിടിക്കാനും പാടുള്ളതല്ല, സ്വത്ത് കൊള്ളാനും പാടുള്ളതല്ല. എങ്ങനെ മുസ്ലിമിനോട് അലി യുദ്ധം ചെയ്യും? ആരെ ചെണ്ടമുട്ടണ്? എങ്ങനെ മുസ്ലിമിനോടാണ് എങ്കിൽ എങ്ങനെ യുദ്ധം ചെയ്യും? പാടില്ലല്ലോ. ഇനി മുസ്ലിം അല്ലാത്തവനോടാണ് എങ്കിൽ എന്തുകൊണ്ട് സ്വത്ത് അവരുടേത് യുദ്ധാർജിത സ്വത്തായി ഗനീമത്തായി സ്വീകരിച്ചില്ല? അവരിൽ എന്തുകൊണ്ട് ബന്ദികളെ പിടിച്ചില്ല? അതാണ് 2ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യം, ഈ സുൽഹിൻ്റെ പൂർത്തീകരണത്തിന് അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ എന്നുള്ളത് എന്ത് ചെയ്ത്? അദ്ദേഹം വേണ്ടാന്ന് വെച്ച്. അലി റളിയല്ലാഹു അൻഹുവിനെ അമീറുൽ മുഅ്മിനീൻ എന്ന് അംഗീകരിക്കുന്നവരല്ല അപ്പുറത്തുള്ളത്. അമീറുൽ മുഅ്മിനീൻ ആക്കാം, പക്ഷേ അത് ഇതിന് ശേഷം എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തം നിൽക്കണം, അതിന് തൻ്റെ അമീറുൽ മുഅ്മിനീൻ എന്നുള്ള സ്ഥാനം തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചാലും പ്രശ്നമില്ല എന്നുള്ളിടത്താണ് അലി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് അദ്ദേഹം അത് വേണ്ട എന്നുള്ളത് അവരോട് സമ്മതിച്ചത്. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ അല്ല അലി എങ്കിൽ പിന്നെ ആരായിരിക്കും അമീറുൽ? അതാണ് അവർ എടുത്ത അടുത്ത വിഷയം. ഈ 3 കാര്യങ്ങൾ. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അതാണ് വിജ്ഞാനം, അറിവ്. അതുകൊണ്ടാണ് നമ്മൾ ആളുകളോട് പ്രതികരിക്കുന്നതെങ്കിൽ ആളുകൾക്ക് വേണ്ടത് എന്താ? നമ്മളുടെ ആക്ഷനുകളോ അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ വർത്തമാനങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ സാമർത്ഥ്യങ്ങളോ ഒന്നുമില്ല. ആളുകൾക്ക് വേണ്ടത് മാ ഖാല അല്ലാഹു മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അതനുസരിച്ച് സലഫുകൾ പറഞ്ഞ ഇതൊക്കെയാണ് വേണ്ടത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് സുന്ദരമായി അവരോട് പ്രതികരിച്ചു, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, വിധികർത്തൃത്വം അള്ളാഹ്ക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആളുകളെ ഹുക്കുമാക്കിയിട്ടുണ്ട്, ഹക്കമാക്കിയിട്ടുണ്ട്, വിധികർത്താക്കളാക്കിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ട് പറഞ്ഞു, ഇപ്പം
ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം തീർക്കാൻ ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹ വ ഹകമൻ മിൻ അഹ്ലിഹി, സ്ത്രീയുടെ പക്ഷത്തു നിന്ന് ഹക്കമിനെ നിയോഗിക്കാൻ പറഞ്ഞു, വിധികർത്താവിനെ നിയോഗിക്കാൻ പറഞ്ഞു. പുരുഷൻ്റെ പക്ഷത്തു നിന്നും ഹക്കമിനെ വിധികർത്താവിനെ നിയോഗിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ യുരീദ ഇസ്ലാഹി യുവഫിഖില്ലാഹു ബൈനഹുമ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അള്ളാഹു തന്നെ പറഞ്ഞിട്ട് ഹക്കമിനെ നിയോഗിക്കാൻ ആളുകളിൽ നിന്ന്. അതേപോലെ തന്നെ മറ്റൊരായത്ത് ഓതി കൊടുത്തു. അതേതാ? യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്തുലു സൈദ വ അൻതും ഹുറും വമൻ യഖ്തുൽ يا أيها الذين آمنوا لا تقتلوا الصيد وأنتم حرم ومن قتله منكم متعمدا فجزاء مثل ما قتل من النعم يحكم به ذوى عدل منكم. ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കെ കരയിൽ നായാടാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല. ബോധപൂർവം എല്ലാവരും വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അതിന് പകരം പ്രായശ്ചിത്തം നൽകണം. വേട്ടയാടിയ ഉരുവിന് പകരം പ്രായശ്ചിത്തം നൽകണം. അത് ആട് മാട് ഒട്ടകങ്ങളിൽ നിന്നാണ്. ഈ ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് ഏതിനെയാണ് ഉരുവിന് പകരം കൊടുക്കേണ്ടത്? അത് നിങ്ങളിൽ നീതിമാന്മാരായ 2 പേർ വിധിക്കണം, 2 ഹക്കമുകൾ വിധിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിലെ ഹുക്കുമു ഇല്ല അല്ല പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആളുകളെ വിധികർത്താക്കളാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അവർക്ക് ക്ലച്ച് പിടിച്ച് കുറച്ച്. പിന്നെ എന്തുകൊണ്ട് യുദ്ധം ചെയ്ത് ബന്ദിയായി പിടിച്ചില്ല? എന്തുകൊണ്ട് പിന്നെ ഗനീമത്ത് സ്വത്ത് കൊണ്ടില്ല? അപ്പോൾ മുഷ്കിൽ ഇതിപ്പോൾ പറഞ്ഞത് എന്തുകൊണ്ട് ബന്ദിയായി പിടിച്ചില്ല, എന്തുകൊണ്ട് പിന്നെ ഗനീമത്ത് കൊണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അപ്പുറത്തുള്ളതാരാ? അമീറുൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല തന്നെയാണ്. ജമലിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരെ ബന്ദിയായി പിടിക്കുകയും അവരുടെ ഗനീമത്ത് കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഉമ്മുൽ മുഅ്മിനീൻ ആരാ ആവുക? അവരെ ബന്ദിയായി പിടിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ ജമലും സിഫീനും ഒന്നിനൊന്ന് അടുത്താണ്, മനസ്സിലായില്ലേ? ഇവരുടെ ചാർജ് 2നും ഒന്നിച്ചാണ്. ജമൽ കഴിഞ്ഞിട്ട് തന്നെയാണ് സിഫീൻ വരുന്നത്, മനസ്സിലായില്ലേ? പിന്നെ ഉമ്മുൽ മുഅ്മിനീനെ ബന്ദിയായി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നിഗമന പ്രകാരം ഉമ്മുൽ മുഅ്മിനീൻ ആരായി മാറും? മുഅ്മിനത്താവുമോ? അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ നിങ്ങൾ 2 ദലാലത്തുകൾക്കിടയിൽ അകപ്പെടും. ഉമ്മുൽ മുഅ്മിനീൻ്റെ വിഷയത്തിൽ നിങ്ങളുടെ ഈ ഒരു വിധി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നബിയു ഔലാ ബിൽ മുഅ്മിനീന വഅസ്വാജുഹു ഉമ്മഹാതുഹും, വിശ്വാസികളുടെ ഉമ്മയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. ആ വിശ്വാസികളുടെ മാതാവിനെ ബന്ദിയായി പിടിക്കണം, അവരുടെ സ്വത്ത് കണ്ടുകെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ നൽകുന്ന സ്ഥാനം എന്താ? അതോടുകൂടി അവരൊന്നുകൂടി അടങ്ങി. പിന്നെ മൂന്നാമത്തേത് അമീറുൽ മുഅ്മിനീൻ എന്നുള്ള സ്ഥാനം അത് അദ്ദേഹത്തിൻ്റേത്, അദ്ദേഹം വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ്. താൽക്കാലികമാണ്. അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ടില്ല. അവർ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആകാതിരിക്കില്ല. അദ്ദേഹം അമീറുൽ മുഅ്മിനീനാണ്. അതിനു മുമ്പ് അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റജുലുൻ യുഹിബ്ബുല്ലാഹു വ റസൂലുഹു വ യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അള്ളാഹു അള്ളാഹിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന ആളാണ് ആര്? അലി. അള്ളാഹുവെയും അള്ളാഹിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് ആര്? അലി. ഇന്നൽ ജന്നത ലതഷ്താഖു ഇലാ സലാസ, 3 കൂട്ടരെ സ്വർഗം ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അവർ വരാൻ. അതിലൊന്നാണ് ആര്? അലി. അതുകൊണ്ട് തന്നെ അവർ തുമ്മിയാൽ തെറിക്കണ മൂക്കല്ല അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, ഖവാരിജികൾ. അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ എന്നുള്ളത് മായിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഇബ്നു അബ്ബാസ് ചരിത്രം ഉണർത്തി. ഹുദൈബിയ സന്ധിയിൽ സുഹൈൽ ബിൻ അംറും അബൂ സുഫിയാനും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടത് എന്താ? മുഹമ്മദുർ റസൂലുള്ള എന്ന് എഴുതിയപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുല്ല എഴുതിക്കോ, റസൂലുള്ള എന്ന് എഴുതാൻ പറ്റില്ല, അത് മായ്ക്കാൻ പറഞ്ഞു. ആരോട്? സുഹൈൽ ബിൻ അംറാണല്ലോ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. അലി റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളയും ഖുറൈശികളും തമ്മിലുള്ള സുൽഹി എന്നാണ് എഴുതുന്നത്. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ള എന്ന് എഴുതി. സുഹൈൽ പറഞ്ഞ് അത് പറ്റൂല, റസൂലുള്ള എന്നുള്ളത് ഞങ്ങൾ എഗ്രി ചെയ്താൽ പിന്നെ ഇത് എഴുതേണ്ട കാര്യമല്ല, നിങ്ങൾ എവിടുന്നാണ് മടക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുല്ല എഴുതിക്കോ, റസൂലുള്ള എന്നുള്ളത് മായിച്ചോ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ അലി ആരോട് മായ്ക്കാൻ പറഞ്ഞപ്പോൾ അലി കൂട്ടാക്കിയില്ല. അലി പറഞ്ഞു മൈക്കൂലാറിന്. അപ്പോൾ റസൂലുള്ള പറഞ്ഞാൽ അത് എഴുതിയ സ്ഥാനം കാണിക്കാൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ള എന്നുള്ളത് മായിച്ച്.
മനസ്സിലായോ? സുൽഹദിൽ പൂർത്തിയായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ള എന്നുള്ളത് ഒരു വലിയ മസ്ലഹത്തിന് വേണ്ടി മായിച്ചിട്ടുണ്ട് എങ്കിൽ, അമീറുൽ മുഅ്മിനീൻ എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ രക്തം സംരക്ഷിക്കാൻ വേണ്ടി അലി മായിച്ചിട്ടുണ്ട് എങ്കിൽ അതിലെന്താ കുഴപ്പം? അലിക്കതിൽ മാതൃക ഉണ്ട്. ഇത് പറഞ്ഞതോട് കൂടിയിട്ട് അവർക്ക് ബോധോദയം വന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, അവിടെ സംഘമായി നിന്ന ഖവാരിജുകളിൽ 20,000 പേർ മടങ്ങിയെന്നാണ്. 20,000 പേർ ഖവാരിജുകളുടെ മതം ഒഴിവാക്കിയിട്ട് അഹ്ലു സുന്നയിലേക്ക് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിൻ്റെ പക്ഷത്തേക്ക് മടങ്ങി എന്നുള്ളതാണ്, ഇബ്നു അബ്ബാസിൻ്റെ പിന്നാലെ എന്നുള്ളതാണ് ചരിത്രം. ഞാൻ പറഞ്ഞു വരുന്നത് വാദപ്രതിവാദങ്ങൾ ഇതിലെ അതിൻ്റെ ഫലം, അതിനാലുള്ള ഗുണം, അതിൻ്റെ ആ കൃത്യമായ അതിലൂടെ ആകുമ്പോൾ ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷയം ഇതിനേക്ക് കുറച്ച് അപ്പുറമാണ്. പരലോകത്തൊരു വാദപ്രതിവാദം അല്ലെങ്കിൽ ഒരു സംസാരവും തർക്കവും ഇതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ നമ്മളൊരു കാര്യം ഉണർത്തിയിട്ടുണ്ട്. ഈ വാദപ്രതിവാദങ്ങളുടെ പ്രചണ്ഡമായ പ്രചരണങ്ങളും സംസാരങ്ങളൊക്കെ നടക്കുന്ന ഈ യുഗത്തിൽ അങ്ങനെ ഒരു വാദപ്രതിവാദത്തെക്കുറിച്ച് നമുക്കൊരാലോചന ഉണ്ടാകാനാണ് ഇതാണ് നമ്മുടെ വിഷയം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ വതുവഫാ കുല്ലു നഫ്സിൻ മാ അമിലത് വഹും ലാ യുദ്ലമൂൻ. എവിടെ ഈ ആയത്ത്? വിശുദ്ധ ഖുർആനിലാണ്. എവിടെയാണ്? സൂറത്ത് യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ വതുവഫാ കുല്ലു നഫ്സിൻ മാ അമിലത് വഹും ലാ യുദ്ലമൂൻ വദറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ. എവിടെയാണ് ആയത്? സൂറത്തുൻ നഹ്ലിൽ അല്ലേ? നഹ്ലിൽ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു അസർ, ഇമാം ബഗവിയെ പോലുള്ള വേറെയും തഫ്സീറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആയത്ത് പറയുന്നത് എന്താ? യൗമ തഅതി കുല്ലു നഫ്സിൻ, ഓരോ മനുഷ്യനും വരും എന്നുള്ളതാണ്. ഓരോ മനുഷ്യരും വരുന്ന ദിനം എങ്ങനെയാണ് വരിക? തുജാദിലു അൻ നഫ്സിഹ എന്നാണ്. സ്വന്തത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് തർക്കിച്ചുകൊണ്ട്, സ്വന്തത്തിന് വേണ്ടി വാദിച്ച് തർക്കിച്ച് ഓരോ നഫ്സും വരുന്ന ദിവസം, അതാണ് പരലോകം. വതുവഫാ കുല്ലു നഫ്സിൻ മാ അമിലത്, ഓരോ നഫ്സിനും അത് ചെയ്തത് എന്താണോ അത് നല്ലതാണ് എങ്കിൽ രക്ഷ, തീയതാണ് എങ്കിൽ ശിക്ഷ, അത് പൂർണ്ണമായി നൽകപ്പെടുന്ന ദിവസം. വഹും ലാ യുദ്ലമൂൻ, ആരും അണുവളവ് അക്രമത്തിന് വിധേയമാക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ത്യനാളിനെ കുറിച്ച് പറയാണ്. ആ അന്ത്യനാളിൽ ഓരോരുത്തരും തങ്ങൾക്ക് വേണ്ടി വാദിച്ചു വരും എന്നുള്ളതാണ് ആയത്തിൻ്റെ തേട്ടം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ അസറിൽ അദ്ദേഹം പറയുന്നത്, ലാ തസാലുൽ ഖുസൂമത്തു ബൈനന്നാസ് ബിന്നാസ് ഹത്താ തുഖാസിമ റൂഹുൽ ജസദ് എന്നാണ്. ലാ തസാലുൽ ഖുസൂമത്തു ബിന്നാസ് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ജനങ്ങൾക്കിടയിൽ തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കും, വാദം ഉണ്ടായിക്കൊണ്ടിരിക്കും. എത്രത്തോളം? ഹത്താ തുഖാസിമ റൂഹുൽ ജസദ്, മനുഷ്യൻ്റെ ദേഹത്തോട്, ആത്മാവ് ശരീരത്തോട് വരെ തർക്കിക്കുന്നതാണ്. അവിടെ ആത്മാവ് ശരീരത്തോട് തർക്കിക്കുമെന്നാണ്. അപ്പം എങ്ങനെയാണ് ആ തർക്കം? ഇബ്നു അബ്ബാസ് പറയുകയാണ്, തഖൂലു റൂഹ്, റൂഹ് പറയും, യാ റബ്ബ് അന മിൻക് ഖലഖ്തനി. റൂഹ് പറയും, റബ്ബേ ഞാൻ നിന്നിൽ നിന്നാണ്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? ഫൈദാ നഫഖ്തു ഫീഹി മിർ റൂഹ്, എൻ്റെ റൂഹിൽ നിന്ന് ഞാൻ അതിൽ ഊതിയാൽ എന്നാണ്, ആദമിൽ ഊതിയാൽ എന്നാണ്, ആദമിൻ്റെ രൂപത്തിൽ ഊതിയാൽ എന്നാണ്. അപ്പോൾ എൻ്റെ റൂഹിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അല്പം എന്നുള്ളതല്ല, പിന്നെയോ അള്ളാഹു സൃഷ്ടിച്ച റൂഹ് എന്നാണ്. അതുകൊണ്ടാണ് ഖലഖ്തനി എന്ന് പറഞ്ഞത്, നീ എന്നെ സൃഷ്ടിച്ചു എന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിൻ്റെ റൂഹാണ്. റൂഹം മിൻഹു എന്നതിൽ നസാറാക്കൾ മനസ്സിലാക്കിയത് എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള സ്പിരിറ്റ് അത്
ഈസയിൽ സന്നിവേശിച്ചു എന്നുള്ളതാണ്. അവിടെ റൂഹും മിൻഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച റൂഹ് എന്നാണ്. അവിടെ തന്നെ അതേപോലെ തന്നെയാണ് ആദമിൻ്റെ വിഷയത്തിലുള്ള റൂഹും. അതുകൊണ്ടാണ് യാ റബ്ബ് അന മിൻക്, ഞാൻ നിന്നിൽ നിന്നാണ്, ഖലഖ്തനി, നീ എന്നെ പടച്ചിരിക്കുന്നു എന്ന് പറയും, റൂഹ് പറയും. എന്നിട്ട് റൂഹ് പറയുന്നതാണ് ലൈസലി യദുൻ അബ്തിഷു ബിഹ വലാ റിജ്ലുൻ അംശി ബിഹ വലാ ബസറുൻ ഉബ്സിറു ബിഹി വലാ ഉദ്നുൻ അസ്മഉ ബിഹി. എനിക്ക് പിടിക്കാനും ഇടിക്കാനും കൈയുണ്ടായിരുന്നില്ല, എനിക്ക് നടക്കാൻ കാലുണ്ടായിരുന്നില്ല, എനിക്ക് കേൾക്കാൻ കാതോ കാണാൻ ദൃഷ്ടിയോ ഉണ്ടായിരുന്നില്ല, കാഴ്ചയോ ഉണ്ടായിരുന്നില്ല. ഹത്താ ജീതു ഇലാ ഹാദാ, ഞാൻ ഇതിലേക്ക് വരുന്നത് വരെ. ആരോടാ പറയണത്? ജസദിനോടാ പറയണത്. ജസദിലേക്ക് വരുന്നത് വരെ. ജസദിലേക്ക് വന്നപ്പോഴാണ് പിന്നെ ഇതൊക്കെ റൂഹിന് വന്നതെന്നാണ് റൂഹ് പറയുന്നത്. എന്നിട്ട് അള്ളാഹുവിനോട് റൂഹ് പറയുന്നത്, അതായത് അള്ളാഹുവെ നീ എന്നെ സൃഷ്ടിച്ചു, എനിക്ക് കാണാൻ കണ്ണുണ്ടായിരുന്നില്ല, കേൾക്കാൻ കാതുണ്ടായിരുന്നില്ല, നടക്കാൻ കാലോ പിടിക്കാൻ കയ്യോ ഉണ്ടായിരുന്നില്ല, ഞാൻ ജസദിൽ സന്നിവേശിക്കുന്നത് വരെ. അതുകൊണ്ട് ഈ ജസദിന് നീ ശിക്ഷകളുടെ വൈവിധ്യങ്ങൾ നൽകണമേ, വനജ്ജിനി, നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാണ് അള്ളാഹിനോട് പറയുക, റൂഹ് എന്നാണ്. അപ്പോൾ ഉടനെ ജസദ്, വാദമാണല്ലോ, പ്രതിവാദം വേണമല്ലോ. അപ്പോൾ ജസദ് പറയുന്നതാണ്. ജസദ് എന്താ പറയുക? യാ റബ്ബേ ഖലഖ്തനി അന കുൻതു കൽ ഖശബ, നീ എന്നെ പടച്ചു, ഞാനൊരു ഖശബ പോലെയായിരുന്നു. ഖശബ പറഞ്ഞാൽ കേവലം ഒരു മരത്തടി പോലെയായിരുന്നു. എനിക്കും എന്തുണ്ടായിരുന്നില്ല? പിടിക്കാൻ കയ്യോ നടക്കാൻ കാലോ, അതേപോലെ തന്നെ കാണാൻ കാഴ്ചയോ കേൾക്കാൻ കാതോ ഉണ്ടായിരുന്നില്ല. ഈ റൂഹ് വന്ന് എന്നിൽ സന്നിവേശിക്കുന്നത് വരെ, റൂഹ് വന്ന് എന്നിൽ സന്നിവേശിക്കുന്നത് വരെ. അതാണ് ഹത്തായ് തെത്തിയ ഹാദാക്ക ഷുആഇൻ നൂർ എന്നാണ്. സൂര്യപ്രകാശത്തിലെ രശ്മി കണക്കെ ഇത് എൻ്റെ അടുക്കൽ വരുന്നത്, റൂഹ് വരുന്നത് വരെ എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നിട്ട് പറയുന്നത് ഫബിഹി ലിസാനി നതഖ്, ഈ റൂഹ് വന്നതിൽ പിന്നെയാണ് എൻ്റെ നാവ് സംസാരിച്ചത്. വരിജിലി മഷത്ത്, എൻ്റെ കാല് നടന്നത്. വയദി ബതഷത്ത് വ ഐനി അബ്സറത്ത് വ ഉദ്നി സമിയത്ത്, ഇങ്ങനെ പറയാണ്. അതായത് ഈ റൂഹ് വന്നതിൽ പിന്നെയാണ് ഞാൻ നടന്നത്, ഞാൻ കണ്ടത്, ഞാൻ കേട്ടത്, എൻ്റെ നാവ് സംസാരിച്ചത്. അതുകൊണ്ട് ശിക്ഷ ഈ റൂഹിൽ നീ വൈവിധ്യമാക്കണമേ, വനജ്ജിനി, എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാണ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പ്രതികരണം, അള്ളാഹു ഇവർക്കൊരു ഉപമ പറയുന്നതാണ്. ഫയദ്രിബുല്ലാഹു ലഹുമ മസലൻ, ഇവർക്കൊരു ഉപമ പറയും. അതെന്താ? അതൊരു ആമയുടെയും ഒരു മുഖഅദിൻ്റെയും ഉപമയാണ്. ആമ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്, അന്ധൻ. മുഖഅദ് എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നശേഷിക്കാരൻ, വികലാംഗൻ, നടക്കാൻ കഴിയാത്ത ഭിന്നശേഷിക്കാരൻ. രണ്ടാൾ, ഒന്ന് കണ്ണൊട്ടനാണ്, കണ്ണ് കാണൂല, മറ്റേ ആൾ ഈ നടക്കാൻ കഴിയാത്ത ഭിന്നശേഷിക്കാരനാണ്. അവരുടെ ഉപമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാന്നാണ്. എന്താ? ഇവർ രണ്ടാളും ഒരു തോട്ടത്തിൽ പ്രവേശിച്ച്, ആരാൻ്റെ തോട്ടം? ഒരാൾക്ക് ആ തോട്ടത്തിൽ ഫ്രൂട്ട്സ് ഉണ്ട്, അത് കാണാൻ കഴിയില്ല, കണ്ടെങ്കിലല്ലേ പറിച്ചാൻ പറ്റുള്ളൂ. അവരെന്നെ അതിലേക്ക് കയറി അത് അറുക്കാനും കഴിയില്ല. അപ്പോൾ ഈ മുഖഅദ് ബ്ലൈൻഡിനെ വിളിച്ചു എന്നാണ്. കാരണം മുഖഅദിന് കാണാം, വികലാംഗന് കാണാം. വികലാംഗൻ പറഞ്ഞ് നീ എന്നെ നീ എന്നെ നിൻ്റെ പെരടിയിൽ ചുമക്ക്, ഞാൻ പഴം പറിക്കാം, എന്നിട്ട് ഞാൻ ആക്കുലു മിൻഹ വ ഉതൈമുക്, ഞാൻ തിന്നാം, നിനക്ക് തിന്നാം, തരും ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ ഈ അന്ധനെ വികലാംഗൻ വഹിച്ചു, ഫലം പറിച്ചു, അവൻ തിന്നു, ഇവനെ തീറ്റയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം, ഇതിൽ കുറ്റം ആർക്കാ? അപ്പോൾ പറയും അലൈഹിമ, രണ്ടാക്കും ഒന്നിച്ച കുറ്റം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതികരണം അതാണ്. എങ്കിൽ ഇവിടെയും ശിക്ഷ രണ്ടു പേർക്കുമാണ്. ആർക്കാണ്? റൂഹിനുമാണ്, ജസദിനാണ്. രണ്ടാളും സ്ഖലിതമായി ജീവിച്ചപ്പോൾ പരസ്പര പൂരകങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഈ ആയത്തിൻ്റെ തഫ്സീറിൽ
ഈ ആയത്തിൻ്റെ തഫ്സീറിൽ യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹ, എല്ലാ മനുഷ്യരും വരും സ്വന്തത്തിൻ്റെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ട് എന്ന ആയത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരു വിശദീകരണം പറഞ്ഞത് നമ്മൾ തഫ്സീറുകളിൽ വായിക്കുന്നുണ്ട്. അത് ഉദ്ധരിച്ചത് സാലബിയുടെ തഫ്സീറിലുണ്ട്, ഇമാം ബഗവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്, പല തഫ്സീറുകളിലും കാണാൻ സാധിക്കും. പറഞ്ഞു വരുന്നത് ഇതിൽ നമുക്കൊരു വലിയ പക്ഷവായന ഉണ്ട്. അതെന്താ? എല്ലാ നഫ്സും തർക്കിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. കഅബുൽ അഹ്ബാറിനോട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. കഅബുൽ അഹ്ബാർ പ്രമുഖനായ ഒരു ഇസ്രായേലി പണ്ഡിതനായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം ഒരു മാതൃകാ വ്യക്തിത്വമാണ് ഇസ്ലാമിൽ, താബഈങ്ങളിൽ. ഉമർ ചോദിക്കുന്നുണ്ട് ഒരിക്കൽ കഅബുൽ അഹ്ബാറിനോട്, യാ കഅബ് അഖ്ബിർന ഹയ്യിജ്ന എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദക്കിർന, ഉത്ബോധനം നടത്താൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അങ്ങനെയായിരുന്നു. എപ്പോഴും ഉപദേശങ്ങൾ ആരാഞ്ഞ് അത് കേട്ട് വിനയപ്പെടുന്ന പ്രകൃതമായിരുന്നു ഉമറിൻ്റേത് എന്നുള്ളതാണ്. അപ്പോൾ കഅബുൽ അഹ്ബാർ പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ ലൗ വാഫൈത യൗമൽ ഖിയാമ ബി അമലി 70 നബിയൻ. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അന്ത്യനാളിൽ വരുമ്പോൾ 70 നബിമാരുടെ കർമ്മങ്ങൾ ഏറ്റിയാണ് നിങ്ങൾ പരലോക കോടതിയിൽ വരുന്നതെങ്കിൽ ല അതത് അലൈക തറാത്തുൻ, നിങ്ങൾക്ക് ചില സമയങ്ങൾ പരലോകത്ത് വരും. ആ സമയം നിങ്ങളുടെ നഫ്സായിരിക്കും നിങ്ങളുടെ വിഷയം, അത് രക്ഷപ്പെടുന്ന വിഷയമായിരിക്കും നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടാകുക എന്നുള്ളതാണ്. എന്താ പറഞ്ഞത്? 70 നബിമാരുടെ കർമ്മങ്ങളുടെ മികവിൽ നിങ്ങൾ പരലോക കോടതിയിൽ വരികയാണെങ്കിലും ചില സമയങ്ങൾ അവിടെ നിങ്ങളുടെ കാര്യം ചിന്തിച്ചുകൊണ്ട്, അത് രക്ഷപ്പെടുത്താനുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടുള്ള ചില സമയങ്ങൾ നിങ്ങൾക്ക് വരുമെന്നാണ്. എന്നിട്ട് പറയുന്നത് ഇബ്രാഹിം ഖലീൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പരലോക കോടതിയിൽ ചോദിക്കും, യാ റബ്ബ് ഇന്നി ലാ അസ്അലുകൽ യൗം ഇല്ലാ നഫ്സി എന്നാണ്. ഇബ്രാഹിം ഖലീൽ അലൈഹിസ്സലാം അള്ളാഹിനോട് പറയുന്നത്, റബ്ബേ ഇന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് എൻ്റെ നഫ്സിനെ നീ രക്ഷപ്പെടുത്തണം എന്നാണ്. അത് ഇബ്രാഹിം ഖലീൽ അലൈഹി സ്വലാമക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ പരലോക കോടതിയിൽ ഓരോരുത്തരും എത്ര കർമ്മങ്ങളുടെ മികവിലും തികവിലും എത്തിയിട്ടുണ്ടെങ്കിലും നഫ്സി നഫ്സി എന്നൊരു വിളി, തൻ്റെ നഫ്സിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു വിളി അവിടെ വെച്ചുണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഉമർ ചോദിക്കണം, കഅബ് വിശുദ്ധ ഖുർആനിൽ ഇതിന് വല്ല തെളിവുണ്ടോ? ഈ പറഞ്ഞതിന് വിശുദ്ധ ഖുർആനിൽ വല്ല തെളിവുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ കഅബ് പറയുകയാണ്, ഉണ്ട് അമീറുൽ മുഅ്മിനീൻ. ഓതിക്കൊടുക്കുന്നത് യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹ എന്നുള്ള ഈ ആയത്താണ് ഓതിക്കൊടുക്കുന്നത്. ചില വിഷയം ആരായാലും പരലോക കോടതിയിലെത്തിയിട്ടുണ്ട് എങ്കിൽ നഫ്സി നഫ്സി എന്നുള്ള വിളിയാളാണ് അവിടെ ഉയരുക എന്നുള്ളതാണ്. അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ നാം മാത്രം, ഓരോരുത്തരെയും രക്ഷപ്പെടുത്താൻ അവരവർ മാത്രം എന്നുള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെയും നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ആരും അവിടേക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ അംലികു ലകി മിനല്ലാഹി ശൈഅ അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നീ നിന്നെ രക്ഷപ്പെടുത്തിക്കോ, ഞാൻ നിനക്കായി ഒന്നുമേ ഉടമപ്പെടുത്തിയിട്ടില്ല. സഫിയയോട് പറഞ്ഞു, അബ്ബാസിനോട്, സഫിയ റസൂലുള്ളാഹിൻ്റെ അമ്മായിയാണ്, അബ്ബാസ് റസൂലുള്ളാഹിൻ്റെ പിതൃവ്യനാണ്. ഖുറൈശികളോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രാണ്. മകൾ ഫാത്തിമയോട് പറഞ്ഞു സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ. കാരണം അവിടെ നഫ്സി നഫ്സി എന്നുള്ള വിളിയാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക. സ്വന്തത്തെ രക്ഷപ്പെടുത്താനുള്ള വിഷയത്തിൽ ഓരോരുത്തരും വ്യാപൃതരായിരിക്കും എന്നുള്ളതാണ്. ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ വരെ ഷഫായത്തിന് വേണ്ടിയിട്ട് ഒന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കാൻ മനുഷ്യകുലം അവരോട് പറയുമ്പോൾ നഫ്സി നഫ്സി, എൻ്റെ നഫ്സിൻ്റെ കാര്യം തന്നെ എനിക്കുണ്ട്, അതുകൊണ്ട് ഇദ്ഹബു ഇലാ ഗൈരി, ഞാനല്ലാത്തവരുടെ അടുക്കലേക്ക് പോയിക്കൊള്ളൂ എന്നാണ് ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ വരെ പറയുക എന്നുള്ളതാണ്. അബുൽ ബഷർ വരെ പറയുക എന്നുള്ളതാണ്. അബുൽ അംബിയ വരെ പറയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരലോക കോടതിയിൽ നമുക്ക് ചെന്ന് നിൽക്കേണ്ടതുണ്ട്. ഒരു വിചാരണയുടെ വേദിയിൽ നമുക്ക് സന്നിഹിതരാകേണ്ടതുണ്ട്. അവിടെ നമ്മളുടെ നഫ്സ് നമ്മളോട് തർക്കിക്കുന്ന ഒരു നാളെ പുലരാനുണ്ട് എന്നുള്ള ബോധം, അതാണ് ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഭരിക്കേണ്ടതായ ബോധം. അതുകൊണ്ട് ആ ഒരു പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ഇവിടെ എന്തുണ്ടാക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ആലോചന അത് നമ്മളിൽ സജീവമാകണം എന്നാണ് ഉണർത്താനുള്ളത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗം നൽകി നമ്മളെ എല്ലാം അള്ളാഹു ആദരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.